ഹായ്, വെൽക്കം ടു എജൂബിൾസ് ലേണിംഗ്. അപ്പോൾ കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ വരാനായിട്ടുണ്ട്. അപ്പോൾ അടുത്ത LP UP എക്സാമിന് മുമ്പുള്ള നമ്മളുടെ കേട്ടറ്റ് ലാസ്റ്റ് കേട്ടറ്റാണ് നമുക്ക് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും സൈക്കോളജിയുടെ ചോദ്യങ്ങൾ പല ആളുകളെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതല്ല, അത് പഠിച്ചിട്ട് മറന്നു പോകുന്നു, പഠിച്ചിട്ട് പിന്നെ ഐഡിയ കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് പരാതി പറയാറുണ്ട്. സോ ഇന്ന് നമ്മൾ എങ്ങനെ സൈക്കോളജി പഠിച്ചു തുടങ്ങണം, അതല്ലെങ്കിൽ എങ്ങനെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് മുൻവർഷ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് അതിൽ നിന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യനുകൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് കേട്ടറ്റ് എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, നമ്മൾ TTCയിലും BEdലൊക്കെ പഠിക്കുന്ന സൈക്കോളജി, അതിൽ നിന്ന് അപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെയാണ് സൈക്കോളജി മാറുന്നത് എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ ചോദ്യങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് വിശകലനം ചെയ്തിട്ടാണ് നമ്മൾ പോവുക. കാരണം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷങ്ങളായി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് എക്സാമിന് സൈക്കോളജിയുടെ ചോദ്യങ്ങൾ വരുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി ആ ചോദ്യങ്ങൾ ഇപ്പോൾ കാറ്റഗറി 1 ആണെങ്കിലും 2 ആണെങ്കിലും ഇനി 4 ആണെങ്കിലൊക്കെ സൈക്കോളജിയിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എജൂബിൾസ് ലേണിംഗിൻ്റെ നമ്മുടെ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ജോയിൻ ചെയ്യുക. കാരണം റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള എക്സ്പേർട്ട് ടീച്ചേഴ്സ് നയിക്കുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ എജൂബിൾസ് ലേണിംഗിൻ്റെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വീഡിയോസ്, സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ടെസ്റ്റ് പോലെ, അതായത് ബേസിക് ഓരോ ടോപ്പിക്കിൻ്റെയും ബേസിക് ടെസ്റ്റുകൾ മുതൽ അതിൻ്റെ ഒറിജിനൽ നമുക്ക് 150 ക്വസ്റ്റ്യൻ അടങ്ങിയ ഒരു മെഗാ ടെസ്റ്റ്, അതിന് ഒരുപാട് മെഗാ ടെസ്റ്റുകളൊക്കെ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് എജൂബിൾസ് ലേണിംഗിൻ്റെ കേട്ടറ്റിൻ്റെ സ്പെഷ്യൽ കോച്ചിങ്ങിലൂടെ ലഭിക്കും. സോ കേരളത്തിൽ തന്നെ കേട്ടറ്റ് എക്സാം ഇത്രയും സീരിയസ് ആയി കുട്ടികളെ പഠിപ്പിക്കുന്ന എജൂബിൾസ് ലേണിംഗിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അടുത്ത കേട്ടറ്റ് എക്സാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. സോ നമുക്ക് ഇന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. പഠിച്ചേ തീരൂ. ഏതാണ് ആദ്യത്തെ ചോദ്യം? നോക്കൂ. ഒരു പ്രാഥമിക ക്ലാസ്സിലെ വിദ്യാർത്ഥി പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാൽ നിശ്ചിത കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അടുത്ത ക്ലാസ്സിലേക്ക് ഉയർത്തപ്പെട്ടു. അതിനെ പറയുന്നത്, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സൈക്കോളജിയിൽ നമുക്ക് സിലബസ് തന്നല്ലോ, അതിൽ ഏത് ഭാഗത്ത് നിന്നാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്? ഇവിടെ നോക്കൂ, മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാൽ ആ കുട്ടി എന്ത് ചെയ്യുന്നു? നിശ്ചിത കാലാവധിക്ക് മുമ്പ് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഉയർത്തപ്പെടുകയാണ്. ഇപ്പം ഡബിൾ പ്രൊമോഷൻ എന്നൊക്കെ പറയും. നമുക്ക് ഓപ്ഷനൊക്കെ നോക്കാം. ആക്സിലറേഷൻ, എൻറിച്ച്മെൻറ്റ്, എബിലിറ്റി ഗ്രൂപ്പിംഗ്, ബോത്ത് A and B. നമുക്ക് ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്? ഇവിടെ ഏതാണ് വരുന്നത്? ആക്സിലറേഷൻ. ആക്സിലറേഷൻ അവരെന്ത് ആക്സിലറേറ്റ് ചെയ്യാണ്, അതായത് ഡബിൾ പ്രൊമോഷനൊക്കെ കൂടി സ്കിപ്പിംഗ് എന്നാണ് നമ്മൾ പറയാം. നമ്മൾ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് നോക്കിയിട്ട് ഏതായിരിക്കും അതിന് ആപ്റ്റായ ആൻസർ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇത് നമുക്ക് എവിടെ വരുന്നതാണ്? ഗിഫ്റ്റഡ് ചിൽഡ്രൻ. ഗിഫ്റ്റഡ് ചിൽഡ്രൻ, നമുക്ക് കുട്ടികളുടെ പല പ്രത്യേക ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അവരുടെ ഡിഫറൻസ് നമുക്കറിയാം. സോ ഇവിടെ കുട്ടികളെ വൈകല്യമുള്ള ആളുകളുണ്ടാവും, അതുപോലെ തന്നെ ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് ഒരുപാട് വിഭാഗമാക്കി നമ്മൾ കുട്ടികളെ തിരിക്കുന്നുണ്ട്. സോ അതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ് കുട്ടികൾക്ക് കൊടുക്കും, എബിലിറ്റി ഗ്രൂപ്പിംഗ്, ഇതൊക്കെ ഗിഫ്റ്റഡ് ചിൽഡ്രന് ചെയ്യുന്ന ഓരോ പഠന മാർഗങ്ങളാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അസോസിയേഷൻ സിദ്ധാന്തവുമായി, അതായത് ഞാൻ ഇംഗ്ലീഷ് കൂടി ഒന്ന് പറയാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്രിൻസിപ്പിൾസ് ഡസ് നോട്ട് അലൈൻ വിത്ത് അസോസിയേഷൻ തിയറി? ഈ വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കണം ഏത് തിയറിയുമായി ബന്ധപ്പെട്ടതാണ് അസോസിയേഷൻ തിയറി. സോ നമുക്കറിയാം ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ട, എന്തുമായി? ബിഹേവിയറിസം അല്ലേ? ആ ഏരിയയാണ് കൂടുതൽ അതുമായി ബന്ധപ്പെട്ടത്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എംഫസിസ് ഓൺ ഓവേർട്ട് ബിഹേവിയർ, തുറന്ന പെരുമാറ്റത്തിന് ഊന്നൽ കൊടുക്കുന്നു. ഡ്രിൽ ഫോളോസ് അച്ചീവ്മെൻറ്റ്, അതായത് വിജയം അനുഗമിക്കുന്ന പ്രാക്ടീസ് കൊടുക്കുക, അച്ചീവ്മെൻറ്റിനെ ഫോളോ ചെയ്യുന്ന ഡ്രില്ലുകൾ കൊടുക്കുന്നു. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ഹാബിറ്റ് ഫോർമേഷൻ, ഈ അസോസിയേഷൻ തിയറി നമ്മുടെ ശീല നിർമ്മാണം, കുട്ടികളിൽ ശീലം വളർത്താൻ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയതാണ്. പെർസെപ്ഷൻ ഈസ് ദ കീ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ
ഇവിടെ നമുക്കറിയാം ഉൾക്കാഴ്ച എന്നുള്ളത്. സോ ഉൾക്കാഴ്ച എന്നുള്ളൊരു ഓപ്ഷൻ ഡി നോക്കൂ, അതെന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് ജസ്റ്റാൾട്ട് തിയറിയുമായി. എന്താണ് ജസ്റ്റാൾട്ട് തിയറി? സോ ഇവിടെ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക, നമുക്ക് ബാക്കിയുള്ളതൊക്കെ ബിഹേവിയർസുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? എന്താ പറയുക, ഹാബിറ്റ് ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഡ്രില്ല് കൊടുക്കുക, എംഫസിസ്, ഓവേർട്ട് ബിഹേവിയർ അല്ലേ, ഓവേർട്ടായിട്ടുള്ള പെരുമാറ്റത്തിന് നമ്മൾ പ്രാധാന്യം, ഒക്കെ ബിഹേവിയർസത്തിലാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി. അപ്പം നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൻ്റെ കൺസെപ്റ്റ്, തിയറികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങളുടെ ഉള്ളിൽ, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ചോദ്യങ്ങൾ എഴുതാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുട്ടിയുടെ സാമൂഹിക വികസനത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന ഘടകം. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഇവിടെ നമ്മൾ കറക്റ്റ് നോക്കണം, എന്താണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്? ഏതാണ്? പിയർ ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി ആൻഡ് നെയ്ബർഹുഡ്, ഫാമിലി, ഇൻ്റലിജൻസ്. ഇവിടെ നോക്കേണ്ടത് പിയർ ഗ്രൂപ്പ് സ്വാധീനിക്കുന്നതാണ്, കമ്മ്യൂണിറ്റി സ്വാധീനിക്കും, ഫാമിലി സ്വാധീനിക്കും, ഇൻ്റലിജൻസ് സ്വാധീനിക്കും. അപ്പോൾ നമുക്ക് ഏതാ നോക്കേണ്ടത്? സോഷ്യൽ ഡെവലപ്മെൻറ്റിലാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. സോ ഏതാണ്? പിയർ ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി, ഫാമിലി ഒക്കെ സോഷ്യൽ ഗ്രൂപ്പിലാണ്. നമുക്ക് ഇൻ്റലിജൻസ് അങ്ങ് ഒഴിവാക്കാം. അതെന്താണ്? അത് നമ്മുടെ കൂടുതൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം ഓരോ ഡൊമൈൻസ് ഉണ്ടല്ലോ. അപ്പോൾ കൊഗ്നിറ്റീവ് ഡൊമൈൻസ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നതാണ് നമുക്ക് ഇൻ്റലിജൻസ്. സോഷ്യൽ ആവുമ്പോൾ ഇത്തരം സംഘങ്ങളാണ്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മോസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് ഏതാണ്? അത് ഫാമിലിയാണ്. എന്തുകൊണ്ടാണ്? പ്രൈമറി ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ. നിങ്ങൾ ആ വേർഡ് നോക്കണേ. നമുക്ക് സോഷ്യലൈസേഷൻ എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട് അല്ലേ? സോഷ്യലൈസേഷൻ. നിങ്ങൾ ഈ ടോപ്പിക്ക് കണ്ടോ സിലബസിൽ? എന്താണ്? അതിൻ്റെ ഭാഗമായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? സോഷ്യലൈസേഷൻ. നമുക്ക് അവിടെ പ്രൈമറി ഏജൻ്റ് ഏതാണ്? നമ്മുടെ ഫാമിലിയാടാ. പിന്നെ പിയർ ഗ്രൂപ്പ്, നമുക്കറിയാം പിയർ ഗ്രൂപ്പ് നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രൈമറി അല്ല, അത് സെക്കൻഡറി ആണ്. മാത്രമല്ല കുട്ടികൾ എന്താ പറയുക, ഒരു സ്കൂളിൽ അല്ലേ സമസംഘത്തിൻ്റെ കൂടെ പോകുമ്പോഴാണ് പിയർ ഗ്രൂപ്പ് വരിക. സ്കൂളിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് കുട്ടി എവിടെയാടാ? ഫാമിലിയിലാണ്. അതാണ് പ്രൈമറി ഏജൻറ്റ്. സോ ഈ കൺസെപ്റ്റ് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. സോ ഇവരുടെ ആൻസർ വരുന്നത് ഫാമിലിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആദ്യമായി അവതരിപ്പിച്ചത്. സോ ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ CCA എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട് അല്ലേ? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. നമ്മുടെ പലതരം ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട, ഗ്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. ഞാൻ ഈ സിലബസ് പറയുന്നത് എന്താണ് സിലബസിൽ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് സൈക്കോളജി വളരെ എളുപ്പമാവുക. കാരണം വെറുതെ കുറേ ചോദ്യങ്ങൾ ചെയ്യുന്നതിനപ്പുറം ധാരണ കൂടുതൽ കിട്ടുന്ന രീതിയിൽ, കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സൈക്കോളജി പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അവിടെ പ്രൊജക്റ്റീവ് ടെക്നിക്. എന്താണ് പ്രൊജക്റ്റീവ് ടെക്നിക് അല്ലേ? പ്രൊജക്റ്റീവ് ടെക്നിക്കുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയാണ് നമ്മളിവിടെ. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിലെ ഇതൊരു പ്രൊജക്റ്റീവ് ടെസ്റ്റാണ്. സോ ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്, നമ്മൾ പലപ്പോഴും പറയാം അത് സിമ്പിളായി ആൻസർ കിട്ടും അല്ലേ, മോർഗൻ ആൻഡ് മുറെ. പക്ഷേ ഇവിടെ 2 ഓപ്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അപ്പോൾ നമുക്കിവിടെ ആൻസർ ചെയ്തെടുക്കാം അല്ലേ? മോർഗൻ. ആരാണ്? മോർഗൻ. ഓക്കെ, മുറയും അതിലുണ്ട് കേട്ടോ. ഇനി മറ്റുള്ള ഓപ്ഷനും കൂടെ നോക്കൂ നിങ്ങൾ. ലിയോപോൾ ബെല്ലാക്, ഒരിക്കലും മറന്നു പോകരുത്. തീമാറ്റിക്, അതുപോലെ ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്, കാറ്റ്. മറ്റത് ടാറ്റ് എന്ന് പറഞ്ഞാൽ തീമാറ്റിക്. ഇതിൽ ഒരുപാട് ചിത്രങ്ങൾ, മനുഷ്യരൂപങ്ങൾ, അവ്യക്തമായ മനുഷ്യരൂപങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നത്. അത് വെച്ചിട്ട് അവർ കഥകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ നിന്നാണ് ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ടെസ്റ്റാണ്. വ്യക്തിത്വം പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നു. അതേസമയത്ത് കുട്ടികളിൽ അവതരിപ്പിക്കാൻ ലിയോപോൾ ബെല്ലാക് എന്നതാണ് നമ്മുടെ ടാറ്റിൻ്റെ മോഡലൊരു കുട്ടികൾക്ക്. അവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് മനുഷ്യരുടെ ചിത്രങ്ങളല്ല, പിന്നെ ആനിമൽസിൻ്റെ, നമ്മുടെ മനുഷ്യന്മാരുടെ സാമൂഹിക ചുറ്റുപാടിൽ ആനിമൽസിനെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ്, ഒരു ടെസ്റ്റാണ് വരുന്നത്. സോ അത് കാറ്റ്, ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ കാറ്റ്, അതുപോലെ വേറെ ഒന്നുണ്ട്, വേർഡ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ ക്വസ്റ്റ്യനൊക്കെ, ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്.
നെക്സ്റ്റ് നമുക്ക് അടുത്ത് നോക്കാം. താഴെ പറയുന്നതിൽ ഏതാണ് വികാരങ്ങളുടെ സവിശേഷതയല്ലാത്തത്? ഏതാണ് വികാരങ്ങൾ? അതായത് വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ ഓഫ് ഇമോഷൻസ്? ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. നിരവധി ഉത്തേജകങ്ങൾ വഴി വികാരങ്ങൾ ഉണർത്താം. അതായത് ഇമോഷൻ ക്യാൻ ബി അറൗസ്ഡ് ബൈ എ നമ്പർ ഓഫ് സ്റ്റിമുലി, അല്ലേ? ഒരുപാട് സ്റ്റിമുലി കൊടുത്തിട്ട് നമുക്ക് എമോഷൻസ് അറൗസ് ചെയ്തൂടെ, ഉത്തേജിപ്പിക്കാം. കറക്റ്റാണ്. ഇറ്റ് ഹാസ് ക്വാളിറ്റി ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനമാറ്റ ഗുണം, അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ. ആൻ ഇമോഷൻ ഗിവ് ബർത്ത് ടു എ നമ്പർ ഓഫ് അതർ സ്റ്റിമുലി, അല്ലേ? ഒരു ഇമോഷന് ബർത്ത് ടു എ നമ്പർ ഓഫ്, നിരവധി ഉദ്ദീപനങ്ങളെ ഉണ്ടാക്കാൻ പറ്റും. കറക്റ്റാണ്, അല്ലേ? ഒരു ഇമോഷൻ എക്സ്പീരിയൻസ് ഡു നോട്ട് ഇൻവോൾവ് എനി ഫിസിക്കൽ ഓർ ഫിസിയോളജിക്കൽ ചേഞ്ചസ്. ഒരു ഫിസിയോളജിക്കൽ ചേഞ്ച്, അതായത് ഇമോഷൻസിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഫിസിയോളജിക്കലി ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മളെ മെൻ്റൽ, അതായത് നമ്മുടെ ഇമോഷൻസ് ഭാഗമായിട്ട് നമ്മളെ ഫിസിക്കലി പല മാറ്റങ്ങളും ഉണ്ടായേക്കാം. അത്, അല്ലേ? അതുകൊണ്ടാണ് ചില പല ഇമോഷൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ നമ്മളത് ബാധിക്കാറുണ്ട്. സോ അത് നമുക്കൊരിക്കലും ശരിയാണെന്ന് പറയാൻ പറ്റില്ല. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ ഡി. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അപ്പുറം ഇതിൻ്റെ അനാലിസിസ് കൂടി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ അപ്ലിക്കേഷൻ ലെവലാവുമ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവാം. നെക്സ്റ്റ് നമുക്കൊരു അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയത്, നേരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട്, ആരാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ്? ആരാണ്? വില്യം ജെയിംസ്, ഹവാർഡ് ഗാർട്ട്നർ, ജീൻ പിയാഷെ ആൻഡ് ആർസ് വുഡ്വർത്ത്. ആരാണടാ? അത് ഹവാർഡ് ഗാർട്ട്നർ ആണ്, അല്ലേ? നമുക്കറിയാം ഫ്രെയിംസ് ഓഫ് മൈൻഡ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. അദ്ദേഹമായി നമ്മൾ എപ്പോഴും പറയണ്ടേ, അല്ലേ? മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി. ഈ തിയറിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. പിയാഷെയുടെ അല്ലേ ഫേമസ് ആയ പുസ്തകയുടെ സൈക്കോളജി ഓഫ് ദ ചൈൽഡ്. എന്താണ്? സൈക്കോളജി ഓഫ് ദ ചൈൽഡ്, പിയാഷെ, അല്ലേ? ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് സൈക്കോളജി ഓഫ് ചൈൽഡ്. അപ്പോൾ സൈക്കോളജി ഓഫ് ചൈൽഡ്. അതുപോലെ ജെനറ്റിക് എപ്പിസ്റ്റമോളജി അദ്ദേഹത്തിൻ്റെ ഇതാണ്, പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ജെനറ്റിക് എപ്പിസ്റ്റമോളജി ഒക്കെ റിലേറ്റ് ചെയ്യുന്നത് കുട്ടിയെ ലിറ്റിൽ സയൻറ്റിസ്റ്റ്, മറന്നു പോകരുത് കേട്ടോ ആ വേർഡുകളൊക്കെ. ലിറ്റിൽ സയൻറ്റിസ്റ്റ് എന്ന് വിളിച്ചത് ആരാണ്? പിയാഷെയാണ്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്, മറന്നു പോകരുത്. അടുത്ത ചോദ്യം നോക്കാം. കൂട്ടത്തിൽ ചേരാത്തത്. ഓഡ് 1 നോക്കണേ. പിൻഡർ പാറ്റേൺ സ്കെയില്, ആദർ പോയിന്റ് സ്കെയില്, അലക്സാണ്ടേഴ്സ് ബാറ്ററി ഓഫ് പെർഫോമൻസ്, ആർമി ആൽഫ ടെസ്റ്റ്. അപ്പോൾ ഇവിടെ ഏതാണ് കൂട്ടത്തിൽ പെടാതെ? ഇത് ഈ ടെസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് ഏത് ടെസ്റ്റിലാണ് ഇത്? ഏതുമായി ബന്ധപ്പെട്ട? ഇൻ്റലിജൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട, അല്ലേ? ഇൻ്റലിജൻസ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇൻ്റലിജൻസ് തിയറി സ്ഥിരമായി വരാറുണ്ട്. ഇപ്പം തൊട്ട് മുമ്പ് നമ്മൾ ഹവാർഡ് ഗാർട്ട്നറെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് വരുന്നത് പോലെ ഒരുപാട്, അല്ലേ? 2 ഫാക്ടർ തിയറി, സ്പിയർമാൻ്റെ തിയറി വരാറുണ്ട്. അതുപോലെ തന്നെ SIO, സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ വരാറുണ്ട്. ഇങ്ങനെ ഗിൽഫോർഡിൻ്റെ, ഇങ്ങനെ എല്ലാ പലപ്പോഴും ആവർത്തി വരാറുണ്ട്. അതുപോലെ ഖരബുദ്ധി, ദ്രവബുദ്ധി, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് സ്ഥിരമായി വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ടെസ്റ്റാണ്, ഇൻ്റലിജൻസ് ടെസ്റ്റ്, അല്ലേ? IQ ഒക്കെ നമ്മൾ അളക്കുന്നത് ചോദിക്കാറില്ലേ? അതുമായി ബന്ധപ്പെട്ട് ഇത് കുറച്ചും കൂടി ഡെപ്തിൽ ചോദിച്ചു. ഇൻ്റലിജൻസ് ടെസ്റ്റിൽ അതിൻ്റെ മീഡിയം ബേസിൽ 2 ടൈപ്പാക്കി തിരിക്കുന്നുണ്ട്, വേർബൽ ആൻഡ് നോൺ വേർബൽ എന്ന് പറഞ്ഞാൽ അത് പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയും. പെർഫോമൻസ് ടെസ്റ്റ് ഓർത്തിരിക്കുക, ഈ വേർഡുകളൊക്കെ ഓർത്തിരിക്കുക. പെർഫോമൻസ് ടെസ്റ്റ്. അപ്പോൾ ഇതിൽ നോൺ വെർബൽ ടെസ്റ്റുകളാണ് ഏതൊക്കെ? ആദ്യത്തെ 3 എണ്ണം. ഏതൊക്കെ? ആദ്യത്തെ 3 എണ്ണം പെർഫോമൻസ് ടെസ്റ്റുകളാണ്. അതേസമയത്ത് ആർമി ആൽഫ ടെസ്റ്റാണ് എന്ത്? അത് വേർബൽ ടെസ്റ്റാണ്. ആർമി ആൽഫ നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. താഴെ പറയുന്നവയിൽ ഏതു തരം രേഖയാണ് ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസപരമായ നേട്ടം, വളർച്ച, വികാസം, വ്യക്തിത്വം, കുടുംബ പശ്ചാത്തലം എന്നിവ ഉൾപ്പെടുന്ന സമഗ്രമായ രേഖ? അപ്പോൾ കുട്ടികളെ നമ്മൾ അവരുടെ ഒരുപാട് റെക്കോർഡ്സുകൾ നമ്മൾ സ്കൂളിൽ സൂക്ഷിക്കും. അപ്പോൾ കോംപ്രഹെൻസീവ് ഹിസ്റ്ററി ഓഫ് സ്റ്റുഡൻസ് ജേർണി ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷൻ ആൻഡ് അറ്റൈൻമെൻറ്റ്, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, പേഴ്സണാലിറ്റി ആൻഡ് വെൽ അതർ എല്ലാം കൂടി ഉൾപ്പെട്ടില്ലേ റെക്കോർഡ് ചെയ്യുന്നത് ഏതാണ്? ക്യുമുലേറ്റീവ് റെക്കോർഡ്, അനക്ഡോട്ടൽ റെക്കോർഡ്, സ്റ്റുഡൻറ്റ് പ്രൊഫൈല്, പോർട്ട്ഫോളിയോ. അപ്പോൾ ഏതാണത്? അത് ക്യുമുലേറ്റീവ് റെക്കോർഡാണ്. എന്താണ്? സഞ്ചിത രേഖയാണ്. ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഇടയ്ക്കിടയ്ക്കുള്ള അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവങ്ങൾ നോട്ട് ചെയ്യാൻ രൂപപ്പെടുത്തുന്നതാണ് എന്ത്?
അങ്ങനെയുള്ള അല്ലേ സ്പെഷ്യൽ ഒക്കേഷനിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നതാണ് അനക്ടോട്ടൽ റെക്കോർഡിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത്. അതേതാണ്? ഉപഖ്യാന രേഖ. അതേസമയം പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ കുട്ടിയുടെ നോട്ട്ബുക്കിലുള്ള കാര്യങ്ങൾ അല്ലേ, അസൈൻമെൻറ്റുകൾ, അങ്ങനെ കുട്ടി ചെയ്യുന്ന ആ വർക്കുകൾ കണ്ട അവനെ ചിത്രം വരയ്ക്കാൻ ആ ചിത്രം, ഇതെല്ലാം ശേഖരിച്ച് വെക്കുന്ന നമ്മൾ എവിടെയാണ്? പോർട്ട്ഫോളിയോയിലാണ്. ഈ 3 റെക്കോർഡുകൾ നിങ്ങൾ കറക്റ്റ് നോക്കുക. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഡൗട്ട്സുകളൊക്കെ ചോദിക്കുക. സോ ഒരിക്കലും അല്ലേ നമ്മുടെ സൈക്കോളജി എന്നുള്ള ഭാഗത്ത് 30-ൽ 30 തന്നെ നേടാനുള്ള ശ്രമം, അതല്ലെങ്കിൽ 40 തന്നെ നേടാനുള്ള ശ്രമം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.